ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മുടെ റൗസ് കിച്ചണിലേക്ക്. എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന്. ഇന്ന് നമ്മളൊരു മീൻകറിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചാള എടുത്തിട്ടുണ്ട്. ഇപ്പം ചാളയെന്ന് തന്നെയാണോ ഇതിലെല്ലായിടവും പറയുന്നതെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞങ്ങൾ അതിന് ചാളയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഞാനിവിടെ ചാളയാണ് എടുത്തിട്ടുള്ളതെങ്കിലും നിങ്ങൾക്ക് ഏത് മീനായാലും, അയിലയായാലും ചൂരയായാലും മങ്കടയായാലും ഏത് മീനായാലും ഇതേ രീതിയിൽ തന്നെ കറി തയ്യാറാക്കാം. മീൻ മാത്രമേ മാറുന്നുള്ളൂ. ഈ മെത്തേഡ് തന്നെ ആ മീനുകൾക്കെല്ലാം ഉപയോഗിച്ച് കറി തയ്യാറാക്കാം. അപ്പം നമുക്ക് ആദ്യം നമുക്ക് ഈ മീനൊന്ന് വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുക്കാം. ഈ മീൻകറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇടാം. കടുകെല്ലാം നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർക്കാം. നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഇട്ടങ്ങ് ഇളക്കിയെടുക്കാം. നല്ലതുപോലെ നല്ലതുപോലെ മൂത്ത് കിട്ടണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ നല്ലതുപോലെ എണ്ണയിൽ കിടന്നൊന്നും നല്ല ചുമന്ന കളറാകണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ആദ്യം ചേർക്കുന്നത്. ഇനി നിങ്ങളുടെ കൈവശമുള്ള മുളകിൻ്റെ എരി അനുസരിച്ച് കൃത്യമായിട്ടൊരു അളവ് പറയുന്നില്ല, അതനുസരിച്ച് അത് ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഈ പൊടിയുടെ പച്ച ചുവ പോകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ചളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. തീ സിമ്മിലിട്ടേക്കണേ, കൂട്ടിയിടരുത്, പൊടി കരിഞ്ഞു പോകും. അപ്പം നമുക്ക് ഈ പൊടി നല്ലതുപോലെ ഇതിൻ്റെ പച്ച ചെവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതുവരെ ഇതിട്ടിങ്ങനെ ഇളക്കാം. പൊടി ഒരുവിധം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ഇടത്തരം 2 തക്കാളി അരിഞ്ഞത്. ഇതോടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എപ്പോഴും ഏത് കറി വയ്ക്കുമ്പോഴായാലും മസാലയൊക്കെ ചേർത്ത് നല്ലതുപോലെ അതിൻ്റെ പച്ചച്ചുവ മാറിയതിന് ശേഷം മാത്രം വേണം തക്കാളി ചേർക്കാൻ. എങ്കിൽ മാത്രമേ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ആദ്യമേ നമ്മൾ തക്കാളി ചേർത്താൽ അത്ര ടേസ്റ്റ് ആ കറിക്ക് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഏറ്റവും നല്ല കറിക്ക് ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് തോന്നിയത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പം നമുക്കിനി ഇതിലേക്ക് കുറച്ചൊരു ശകലം വെള്ളം കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. കാരണം ഈ തക്കാളി ഇതിനകത്ത് നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് ചേരണം. അപ്പം നമുക്കിതിലേക്ക് ഒത്തിരി ചേർക്കേണ്ട, ഒരു കുറച്ച്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. എന്നുവെച്ചാൽ ഈ തക്കാളി നല്ലതുപോലെ വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി നേരം ഒന്ന് അടച്ച് വയ്ക്കുക. നമ്മുടെ
തക്കാളിയൊക്കെ വെന്ത് കാണും, നമുക്ക് നോക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നല്ലതുപോലെ വെന്തുടഞ്ഞ് ഇതിൽ ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കാം. ചൂടുവെള്ളം ചേർക്കണമെന്നൊന്നുമില്ല, ഞാനിവിടെ പച്ചവെള്ളം തന്നെയാണ് ചേർക്കുന്നത്. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു കുടംപുളി, ഒരു 3-4 കഷ്ണം, ഇത്രയും മതിയാകും. കാരണം നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അത്രയും പുളി മതിയായിരിക്കും. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് മീൻ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇവിടെ ഈ ഗ്രേവി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് തിളച്ചതിന് ശേഷം സിമ്മിലിട്ട് നല്ലതുപോലെ ഒന്ന് കുറുകി വറ്റി വരുന്നിടം വരെ അടച്ചു വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി നല്ലതുപോലെ വെന്ത് പറ്റി നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇതേപോലെ ഏത് മീനായാൽ തന്നെ നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം അടുത്തുള്ള ആ ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു മനോഹര വീഡിയോയുമായി വീണ്ടും കാണാം.